62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനവും മത്സര ഇനങ്ങളുടെയും വേദികളുടെയും പട്ടികയുടെയും പ്രകാശനവും കൊല്ലം ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 62ാമത് കേരള സ്കൂൾ കലോത്സവ സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം കൊല്ലം ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. മത്സരങ്ങളിൽ സമയക്രമം പാലിക്കുമെന്നും കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. 14,000 ഉണ്ടായിരുന്നു. ഇതിപ്പം ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നമ്മുടെ കണക്കെടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അപ്പീലിൻ്റെ കാര്യമുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ 2 ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഒരു പത്രസമ്മേളനം നടത്തി പറയുന്നുണ്ട്. എല്ലാവരും കാരണം നേരത്തെ തന്നെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് തയ്യാറെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയാണ്. ഇതിലൊരു കാര്യം ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോകേണ്ട കാര്യമുണ്ട്. ഒരു കാര്യം തന്നെ ഞങ്ങൾ കൂടിയിട്ട് ശേഷം ഹൈ പവർ കമ്പനി കൂടി എടുത്തിട്ടുണ്ട്. കൃത്യസമയത്ത് തുടങ്ങി കൃത്യസമയത്തിന് അവസാനിക്കുക. അത് കോഴിക്കോട് വിജയിച്ചതാണ്. ഫസ്റ്റ് കോള്, സെക്കൻഡ് കോൾ, തേർഡ് കോൾ മത്സരത്തിലുള്ള സ്റ്റേജ് മാനേജർ വിളിക്കും. മൂന്നാമത്തെ കോളിന് മത്സര ഇനങ്ങളുടെയും വേദികളുടെയും പട്ടികയുടെ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. എല്ലാ വേദികൾക്കും കൊല്ലത്തെ പ്രമുഖ കലാസാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ പേരുകളാണ് നൽകിയിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. വേദിക്കും പേര് നിശ്ചയിച്ചിട്ടുണ്ട്. ഏതാണ്ട് കൊല്ലം കേന്ദ്രീകരിച്ചിട്ടുള്ള സാമൂഹിക സാംസ്കാരിക പൊതുപ്രവർത്തന രംഗത്തൊക്കെ തിളക്കമാർന്ന വിജയം കൈവരിക്കുകയും നാട്ടുകാരുടെയൊക്കെ തന്നെ സ്നേഹത്തിനും ബഹുമാനത്തിനൊക്കെ തന്നെ ഇരയായവരുടെയൊക്കെ തന്നെ പേരുകളാണ് കൊടുത്തിട്ടുള്ളത്. വേദി 1 ആശ്രമ മൈതാനം വൈദ്യുതി സാറിൻ്റെ പേരിലുള്ള വേദി 2 സോപാന ഓഡിറ്റോറിയം ഓ മാധവൻ സ്മൃതി ആണ്. വേദി 3 CSI കൺവെൻഷൻ സെന്റർ ഭരതമുരളി ഇതിൻ്റെ പേരിലാണ്. വേദി 4 സി കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാൾ സിനിമാനടൻ ജയൻ. വേദി 5 SR ഓഡിറ്റോറിയം. എം നൌഷാദ് MLA, മേയർ പ്രസന്ന ഏണസ്റ്റ്, കളക്ടർ ദേവിദാസ്, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ PI ഷാനവാസ്, വിവിധ കമ്മിറ്റി ചെയർമാൻമാരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.